ശനിയാഴ്ച രാത്രി 10:30-ക്കാണ് മോഷണം നടന്നതെന്ന് ക്ഷേത്രത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം. ഒരാൾ മുഖംമൂടി ധരിച്ച് ക്ഷേത്രവളപ്പിലെത്തുന്നു. തുടർന്ന് കാണിക്ക വഞ്ചികൾ കുത്തിപ്പൊളിച്ച് പണം അപഹരിക്കുന്നു. ഇതാണ് ഉള്ളടക്കം. 3 വഞ്ചികളാണ് കുത്തി തുറന്നത്. പാട്ടമ്പലത്തിന്റെ പൂട്ടുപൊളിച്ച നിലയിലായിരുന്നു. തുടർന്ന് നടന്ന പരിശോധനയിൽ ശ്രീകോവിലിന് മുൻപിലുള്ള സോപാന വഞ്ചിയും ഭൂതത്താൻ നടയിലുള്ള വഞ്ചിയും തുറന്നെന്ന് വ്യക്തമായി. വഞ്ചി തുറക്കാൻ ഉപയോഗിച്ച ഇരുമ്പുകമ്പി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പുലർച്ചെ ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഇതോടെ അധികൃതർ ഏനാത്ത് പോലീസിൽ വിവരമറിയിച്ചു. പാട്ടമ്പലത്തിന് സമീപം 2 വെള്ളത്തോർത്തും ഇതിനോട് ചേർന്ന് പട്ടിനു മുകളിൽ നാണയങ്ങളും കിടക്കുന്നതായി കണ്ടെത്തി. സ്ഥലത്തെത്തിയ പോലീസ് നായ മോഷണം നടന്ന ക്ഷേത്രവളപ്പിൽ നിന്നും ഏനാത്ത് മണ്ണടി റോഡിലേക്കിറങ്ങി സമീപത്തെ സൂപ്പർ മാർക്കറ്റിന് സമീപം വരെ പോയി നിന്നു. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. 23 ദിവസം മുൻപാണ് അവസാനമായി വഞ്ചി തുറന്ന് പണമെടുത്തത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.